ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള ഫ്രാക്ഷൻ ഭിന്നസംഖ്യകൾ എന്ന പാഠമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, കാണുക. ഇനി പേജ് നമ്പർ 32 ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചതുരങ്ങൾ വരച്ച് ഈ ഗുണനഫലങ്ങൾ കണക്കാക്കുക. ചോദ്യം ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. ഡ്രോ റെക്ടാങ്കിൾ ആൻഡ് ഫൈൻഡ് ദോസ് പ്രൊഡക്റ്റ്. ആയി നമ്മൾ എന്ത് ചെയ്യണം, റെക്ടാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാം ചിത്രം, ഇതിൽ ടോട്ടൽ വലുത് നോക്കുമ്പോൾ ഏതാ 1/2 ഉണ്ട്, 1/4 ഉണ്ട്. 4 ആണ് വലിയ ഭാഗം. അപ്പോൾ എന്ത് ചെയ്യുക, 4 ഈക്വൽ പാർട്സ് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യുക. 4 എണ്ണം, 1 2 3 4. അതിൽ ഈ ഓരോ ഭാഗവും 4ൽ എത്ര ഭാഗമാണ്, ഒരു ഭാഗം. 4ൽ ഒരു ഭാഗം, ഇത് 4ൽ ഒരു ഭാഗം, ഇതും എങ്ങനെ തന്നെയായിരിക്കും, 4 ഒരു ഭാഗമായിരിക്കും. അതിൽ 1/2 ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 1/4 എടുക്കുക, അതിൻ്റെ 1/2 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ഏതെങ്കിലും ഒരു ഭാഗം. അപ്പോൾ ഇതെടുക്കുകയാണ് 1/2. ഈ ഭാഗമായിരിക്കും 1/2 ഇൻറ്റു 1/4 എന്ന് പറയുന്നത്. ഇനി ഗുണനഫലം പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1/2 ഇൻറ്റു 1/4 ഈക്വൽ ടു 1/8 എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം 1/3 ഇൻറ്റു 1/6. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, 6 ആണ് വലുത്. അപ്പോൾ 6 ഈക്വൽ പാർട്ടാക്കുക. സ്കെയിലൊക്കെ ഉപയോഗിച്ച് വൃത്തിയിൽ വരയ്ക്കുക. ഈക്വൽ പാർട്സ് 1 2 3 4 5 6 ഭാഗമാക്കി. എപ്പോഴും സ്കെയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഈക്വൽ പാർട്ടാക്കിയിട്ട് വരയ്ക്കുക. ഇനി ഓരോന്നും എത്ര ഭാഗമായിരിക്കും, മൊത്തം 6 ഭാഗം. അതിൽ ഓരോന്നും 6ൽ ഒരു ഭാഗമായിരിക്കും. ആ 6ൽ ഒരു ഭാഗത്തിന് എത്ര ഭാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 3ൽ 1. അപ്പോൾ ഒരു ഭാഗം എടുത്തിട്ട് അതിന് 3 ഈക്വൽ പാർട്ടാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം കളർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, 1/3 ഇൻറ്റു 1/6. ഇനി രണ്ടും തമ്മിൽ ഗുണിക്കുക. 1/3 ഇൻറ്റു 1/6 പ്രൊഡക്റ്റിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/3 ഇൻറ്റു 6 18. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം 1/5 ഇൻറ്റു 1/8. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, 8 ഈക്വൽ പാർട്ടാക്കുക. 8 എണ്ണം വേണം. 1 2 3 4 5 6 7 8 എണ്ണം. ഇനി അതിൽ ഒരെണ്ണം എത്ര ഭാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 1/5 ഭാഗം. ഇതിലെ ഓരോന്നും എത്ര ഭാഗമായിരിക്കും, 8ൽ ഒരു ഭാഗം അല്ലേ. ഇത് 8ൽ ഒരു ഭാഗം. ഈ ഓരോന്നും അങ്ങനെ 8ൽ ഒരു ഭാഗം വീതമാണ് ഉണ്ടായിരിക്കുക. 8ൽ ഒരു ഭാഗം. അതിനെ എത്ര ഭാഗം ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, 5ൽ ഒരു ഭാഗം. അപ്പോൾ ഇതിനെ 5 ഈക്വൽ പാർട്ടാക്കുക. 1 2 3 4 5. അതിൽ ഒരു ഭാഗം കളർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും, 1/5 ഇൻറ്റു 1/8 ഭാഗം. ഇനി എന്ത് ചെയ്യുക, അവ തമ്മിൽ ഗുണിക്കുക പ്രൊഡക്റ്റ് കാണാൻ. 1/5 ഇൻറ്റു 1/8 സമം 1/5 ഇൻറ്റു 8 40. അങ്ങനെ 40ൽ 40 ഭാഗങ്ങളാക്കാൻ നമുക്ക് ഇതിൽ ചിത്രത്തിൽ എന്ത് ചെയ്യും, പറ്റും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 1 മീറ്റർ നീളമുള്ള ചരട് 5 സമഭാഗങ്ങളാക്കി. അതിലൊരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം എത്ര മീറ്ററാണ്, സെൻറ്റിമീറ്ററിൽ പറഞ്ഞാലോ. ഇംഗ്ലീഷ് ഒന്ന് ചോദ്യം വായിക്കാം. എ 1 meter long string is divided into 5 equal parts. How long is half of each part meters in centimeter? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ലെങ്ത് ഓഫ് 1 മീറ്റർ നീളമുള്ള ചരടിനെയാണ് 5 ഭാഗമാക്കിയിരിക്കുന്നത്. ഇതാണ് 1 മീറ്റർ നീളമെങ്കിൽ എത്ര ഭാഗമാക്കിയിട്ടുണ്ട്, 5 ഭാഗം. 1 2 3 4 5 ഭാഗം. ഇതിൽ ഓരോന്നും എത്ര ഭാഗമായിരിക്കും, 5ൽ ഒരു ഭാഗമായിരിക്കും ഇതിൻ്റെ നീളം. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എങ്ങനെ എഴുതാം, ലെങ്ത് ഓഫ് 1 പീസ്, ഒരു കഷ്ണത്തിൻ്റെ നീളം, ഒരു കഷ്ണത്തിൻ്റെ നീളം
മൊത്തം എത്ര മീറ്ററാണ്? 1. അതിൽ ഓരോ ഭാഗം എന്ന് പറയുമ്പോൾ 5ൽ 1 ഭാഗം. അപ്പോൾ ഓരോ കഷ്ണത്തിൻ്റെ നീളവും 1/5 മീറ്റർ ആയിരിക്കും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഓരോ കഷ്ണത്തിൻ്റെ നീളത്തിൻ്റെയും പകുതിയുടെ നീളം എത്രയാണെന്ന്. അതായത് ഈ ഒരു കഷ്ണം മൊത്തം 1/5 ആണ്. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര നീളം ഉണ്ടായിരിക്കും എന്ന്. അപ്പോൾ നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് 1 പീസ്. ഒരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ഒരു കഷ്ണം നീളം നമുക്കറിയാം 1/5 ഇൻറ്റു അതിൻ്റെ എത്ര ഭാഗത്തിനെ കണ്ടുപിടിക്കാൻ പഠിക്കുന്നത്? പകുതിയുടെ. അപ്പോൾ 1/5 ഇൻറ്റു 1/2 സമം 1/10 മീറ്റർ എന്ന് പറഞ്ഞു. നമുക്ക് എന്തിൽ പറയണം? സെൻറ്റിമീറ്ററിൽ പറയണം. സെൻറ്റിമീറ്ററിൽ പറയുമ്പോൾ നമ്മൾ എത്രയായിട്ട് ഗുണിച്ചാൽ മതി? 100 ഗുണിച്ചാൽ മതി. 1/10 ഇൻറ്റു 100 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 ഇൻറ്റു 100 100/10. നമുക്ക് ഈ ഓരോ 0 വെട്ടിക്കളയാം. ബാക്കി 10/1 എത്ര സെൻറ്റിമീറ്റർ ആണ്? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്തിൽ? സെൻറ്റിമീറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, 1 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയുടെ 1/4 ഭാഗമെടുത്ത് ചായയുണ്ടാക്കി. എത്ര ലിറ്റർ പാലെടുത്താണ് ചായയുണ്ടാക്കിയത്? മില്ലി ലിറ്ററിൽ പറഞ്ഞാലോ? ഇംഗ്ലീഷ് മീഡിയം വായിക്കാം. 1 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ 2 bottles ഓഫ് ഈക്വൽ സൈസ്. എ ക്വാർട്ടർ ഓഫ് ദി മിൽക്ക് ഇൻ 1 bottle വാസ് യൂസ്ഡ് ടു മേക്ക് ടീ. ഹൗ മെനി ലിറ്റർ ഓഫ് മിൽക്ക് were used for tea in മില്ലി ലിറ്റർ. അപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് 1 ലിറ്റർ പാലെടുത്ത് ഒരേ വലിപ്പമുള്ള എത്ര കുപ്പികളിലാക്കിയിട്ടുണ്ട്? 2 കുപ്പികളിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലൊരു കുപ്പിയുടെ 1/4 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി. അപ്പോൾ ആൻസറിൽ ആദ്യം എഴുതാം. നമ്മോട് ഒരു ബോട്ടിലിൽ എത്ര പാല് കൊള്ളും? 2 കുപ്പിയിലാക്കിയിരിക്കണത് 1 ബോട്ടിലിൽ. അപ്പോൾ നമുക്ക് 1 ലിറ്റർ പാലാണ്, അത് 2 കുപ്പിയിൽ തുല്യമായി ഭാഗിച്ച്. അപ്പോൾ എത്ര ലിറ്റർ വീതമായിരിക്കും? 1/2 ലിറ്റർ വീതം. നമുക്ക് എഴുതാം എമൗണ്ട് ഓഫ് മിൽക്ക് ഇൻ 1 ബോട്ടിൽ. ഒരു കുപ്പിയിലെ പാൽ സമം നമ്മൾക്ക് 2 കുപ്പിയാണ് ആക്കിയിരിക്കുന്നത്. ഓരോ കുപ്പിയിലും കണ്ടുപിടിക്കാൻ 1ൻ്റെ പകുതി എത്രയാണ്? 1/2. അതായത് 1 ഇൻറ്റു ഹാഫ് സമം 1/2 ലിറ്റർ. ഇനി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര പാലാണ് ഉപയോഗിച്ചിരുന്നത്? 1/4 ഭാഗം എടുത്തിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പാലിൻ്റെ, ഒരു കുപ്പിയിലെ പാലിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടാണ് ചായ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കുപ്പിയിലെ പാല് എത്രയാണ്? 1/2 ലിറ്റർ. ഇനി ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ച പാലെന്ന് പറഞ്ഞാൽ ഒരു കുപ്പിയിൽ എത്ര പാലുണ്ടോ അതിൻ്റെ 1/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര അളവായിരിക്കും എന്നാണ് കണ്ടുപിടിക്കുന്നത്. എമൗണ്ട് യൂസ്ഡ് ടു മേക്ക് ടീ. ചായ ഉണ്ടാക്കാൻ എടുത്ത പാൽ. ഒരു കുപ്പിയിലെ പാലിൻ്റെ 1/4 ഭാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കുപ്പിയിലെ പാൽ 1/2. ക്വാർട്ടറിന് എങ്ങനെ എഴുതുക? 1/4 ഈക്വൽ ടു 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 4 8. 1/8 ലിറ്റർ ആയിരിക്കും എന്ത്? പാല് ഉണ്ടാക്കാൻ. 1/4 ഭാഗം എന്ന് പറയുമ്പോൾ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ് ഇതിനെ എന്തിലേക്ക് മാറ്റണം? മില്ലി ലിറ്ററിലേക്ക് മാറ്റണം. മില്ലി ലിറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 1/8നെ 1000 ഗുണിക്കുക. 1/8 ഇൻറ്റു 1000 മില്ലി ലിറ്റർ. 1 ഇൻറ്റു 1000 1000/8. നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. 1000 ഹരിക്കണം 8. 1 8 8 8. 10 8 പോയാൽ 2 0. 2 8 16. കുറച്ച് കഴിഞ്ഞാൽ 10 6 പോയാൽ
4 1 0. ഈ 4 0 ഇറക്കിയിട്ട് കഴിഞ്ഞാൽ 5 × 8 40. അപ്പോൾ മില്ലി ലിറ്ററേക്ക് മാറ്റുമ്പോൾ 125 മില്ലി ലിറ്റർ ആണ് വരിക. മില്ലി ലിറ്റർ. ഇതാണ് പേജ് നമ്പർ 32 വരുന്ന 3 ചോദ്യങ്ങൾ. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കണ്ട് നോട്ടുകൾ തയ്യാറാക്കി തന്നെ പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.